ഹലോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉള്ളത്. കാര്യം ഇന്നൊരു കുറച്ച് റഷുള്ളൊരു ഡേ ആയിരുന്നു. കാര്യം ഇന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. ഞാൻ ഇപ്പോൾ ഇന്ന് മൂത്തുമ്മാടെ വീട്ടിലാണ്. അപ്പം മൂത്തുമ്മാടെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കടലക്കറിയൊക്കെ കഴിച്ച്, കാര്യം മൂത്താപ്പയൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ഷർട്ടൊക്കെ ഇടേണ്ടതാണ്. കാര്യം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമെന്ന് അറിയണമുണ്ട്. അങ്ങനെ മൂത്താപ്പ റെഡിയൊക്കെ ആയിട്ട് മൂത്താപ്പ ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോകണമായിരുന്നു. ലൈക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ മൂത്താപ്പാനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് മൂത്താപ്പ പോയി. അങ്ങനെ ഇന്ന് നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആയിട്ട് ഉമ്മാടെ വീട്ടിൽ പോകണം. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നെച്ചിയൊക്കെ അവിടെ റെഡി ആവണമായിരുന്നു. അവിടെ നോക്കിയപ്പോൾ നല്ല ഒരു ചെറിയൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് രാവിലെയാണ്, ഒരു തണുപ്പുള്ളൊരു ടൈമായിരുന്നു. അങ്ങനെ മൂത്തുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് കാണിച്ചു തന്നെയായിരുന്നു അവിടുത്തെ ചെടികളും അവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ. കാര്യം മൂത്തുമ്മക്ക് നല്ല കൈപ്പുണ്യമാണ്. മൂത്തുമ്മക്ക് ഇതൊക്കെ ഒരു പ്രാന്താണ്. ഇതിനൊക്കെ എന്താ പറയുക, വളർത്താനും നടാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ളതാണ് മൂത്തുമ്മ. അങ്ങനെ എനിക്ക് ഓരോന്ന് കാണിച്ചു തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നെച്ചിയൊക്കെ റെഡി ആയിട്ട് ഉമ്മാടെ വീട്ടിലേക്ക് പോണേന്. ഞാൻ ഉമ്മാടെ വീട്ടിലാണ്, നെച്ചിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണേന്, പഠിക്കാനായിട്ട് പോണേന്. അപ്പോൾ ഞാൻ നല്ല പേക്കോലത്തിലായിരുന്നു. ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ട് ലൈക്ക് ജസ്റ്റ് മുഖമൊക്കെ വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിനാണ് പോയത്. ലൈക്ക് ഒരു സ്റ്റോപ്പ് ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇരിക്കാനൊന്നും പോയില്ല. കാര്യം എനിക്ക് അപ്പോൾ തന്നെ എത്തും. നെച്ചി എന്നിട്ട് അവളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അങ്ങനത്തെ ഞാൻ നടന്ന്, അവിടെയൊക്കെ മഴ പെയ്തിട്ടുള്ള സിഗ്നൽസാണ് അതൊക്കെ. അങ്ങനെ നടന്ന് ഉമ്മാരുടെ വീട്ടിലൊക്കെ പോയി. ആയിരുന്നു ഞങ്ങളുടെ പഴയ തറവാട്. ഇപ്പോൾ ട്യൂഷൻ സെൻ്ററാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഗേറ്റാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയാണ് ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഉമ്മാരുടെ വീട്ടിൽ ചെന്ന് അപ്പം തന്നെ റെഡി ആയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം. ഇത്താത്ത എന്നെ വിളിക്കാൻ വരും. നേരെ വീട്ടിലേക്ക് പോകണത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് റെസിൻ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അവിടെയാണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. സോ എനിക്കത് ചെയ്ത് തീർക്കണം. അതുകൊണ്ട് ഇത്താത്ത ഇപ്പോൾ വരും. അങ്ങനെ പോകണം. നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്ര വലിയ മഴയല്ല, നേരിയതായിട്ടുള്ള മഴയാണ്. അങ്ങനെ ഇത്താത്ത എന്നെ വിളിക്കാൻ വന്ന് അങ്ങനെ ഞങ്ങൾ പോണേണ്. കളമശ്ശേരിയിലാണ് എൻ്റെ വീട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. എനിക്ക് ഫ്രൈഡേ വരെ ഓൺലൈൻ ക്ലാസ്സാണ്. സോ അതുകൊണ്ട് നല്ല റഷായിരുന്നു. ആടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന വഴിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാണ് ഈ സ്ഥലം. ലൈക്ക് ഇത് HMT അവിടെ ആയിട്ടാണ്. അങ്ങനത്തെ അവൾ എന്നെ HMTയിൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്ന്. അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ്. ലൈക്ക് HMT കഴിഞ്ഞിട്ടുള്ള 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്റ്റോപ്പ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ, സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകണേണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ തന്നെ ഞങ്ങളുടെ കടയിലോട്ട് വന്ന്, എന്നിട്ട് മൂത്താപ്പാനോട് ഒരു ഹായൊക്കെ പറയാൻ പറഞ്ഞ് അങ്ങനെ മൂത്താപ്പാനോടൊക്കെ സംസാരിച്ച് അവിടുന്ന് ഒരു ചോക്കി എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ മൂത്താപ്പാടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാര്യം അതെപ്പോഴും ഉള്ള ശീലമാണ്. എവിടെയെങ്കിലും പോയി പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നേരെ എൻ്റെ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ മൂത്താപ്പാടെ വീട്ടിൽ കയറും. അങ്ങനത്തെ ഞാൻ ആദ്യം തന്നെ അബുവിനെയൊക്കെ കളിപ്പിച്ച് കുറച്ച് നേരം ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഞങ്ങളങ്ങനെ മൂത്താപ്പാടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് മൂത്തുമാനെയൊക്കെ. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന്. ഇപ്പോൾ വീട്ടിലാകെ വെല്ലുമ്പോൾ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് പൊറോട്ടയും ബീഫും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കിങ്ങനെ വാരിത്തരലാണ് പതിവ്. അങ്ങനെ മുക്കാക്ക വാരി തന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശന്നപ്പോൾ ഉമ്മാടെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് കഴിക്കാനായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരിയും മുട്ട ചിക്കിയതും പിന്നെ നെല്ലിക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാംഗോ ജ്യൂസും ഞാൻ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയാനായിട്ട് എനിക്ക് പ്രിൻ്റ് എടുക്കാൻ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ റെഡിയായിട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകണത് പ്രിൻ്റ് എടുക്കാൻ. എൻ്റെ ഫ്രണ്ട് സാബയും കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ വല്ലുമ്മാക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടിയിലേക്ക് ചെന്ന്, സാബാനെ ഞാൻ ഇപ്പോഴും വിളിച്ചിട്ടില്ല വരാനായിട്ട്. അടിയിൽ ചെന്നിട്ട് ഞാൻ വിളിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിൽ അടിയിൽ ചെന്നിട്ട് സാബാനെ വിളിച്ചപ്പോഴേക്കും സാബ കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, കിടക്കേന്ന് എണീറ്റിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളോട് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് നിന്ന് അങ്ങനെ ഓടി അവളെത്തി. കുറച്ച് നേരമൊക്കെ ഞാൻ അടിയിൽ വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോഴേക്കും അവളെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്നപ്പോഴേക്കും പെട്ടെന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇക്കാകെ വണ്ടി കൊണ്ട് പോയേക്കണായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഞാൻ സാബാൻ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ കുറേ നേരം എടുത്ത്
കാര്യം ബ്രേക്ക് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക അങ്ങനെ ബ്രേക്ക് ശരിയാക്കാനൊക്കെ കൊണ്ടുപോയി. അതുകൊണ്ട് കുറച്ച് അധികം ടൈമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ പോയി പ്രിൻ്റ് എടുക്കാൻ പോയി. സാബാന മാത്രമല്ല ഞാൻ വെറുപ്പിച്ചത്, ഇതാണ് ഞങ്ങളുടെ സദ്ദാമ്പായി. സദ്ദാമ്പായി ഇങ്ങനെ മുളകൊക്കെ അരിയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കും കേട്ടോ. വെറുതെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കും, നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ അറിയാനൊന്നും പാടില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മ പ്രിൻ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് നല്ല രീതിക്ക് ടൈം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കിട്ടാനായിട്ട്. അത് പിന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പ്രിൻ്റ് എടുത്തപ്പോഴേക്കും അത് അളവ് ശരിയായില്ല. പിന്നെ എടുത്ത് അങ്ങനെ എൻ്റെ കാശ് നഷ്ടവും ഉണ്ടായി. അങ്ങനെ ബില്ലൊക്കെ ആയിട്ട് നമ്മൾ പോണേർന്ന്. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പ്രിൻ്റ് ഷോപ്പിൽ നിന്നൊന്ന് ഇറങ്ങിയത്. നമ്മൾ വണ്ടിക്കായിരുന്നു വന്നിരുന്നത്. നമ്മൾ ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്തൊന്നും വണ്ടി കാണാനുണ്ടായില്ല. അതിൻ്റെയാണെന്ന് ചിരി. അത് നല്ല രീതിക്ക് ദാഹിച്ച് അങ്ങനെ ഞാനും സഭയും കൂടി ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിലാണ് കയറിയത്. അങ്ങനെ ബില്ലടിക്കാൻ നേരത്താണ് നമ്മൾ അറിഞ്ഞത് കാശ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സഭ പോയിട്ട് കാശ് എടുക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് മാംഗോയൊക്കെ കഴിച്ച് സാവ ഇങ്ങനെ വേണ്ട വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സഭയുടെ ഉമ്മയുടെ കോള് വന്ന് അപ്പോഴേക്കും സഭ പോയി. സോ ഇത്രയും ക്ലിപ്സൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.